ഇങ്ങനെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററായിട്ട് ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലക്ഷണങ്ങളെല്ലാം. നമ്മള് ഒന്ന് നോക്കിയാൽ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഈ ഞാൻ ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ പോകുന്നില്ല. ഞാൻ പൊതുവെയുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന തന്നെ ഈ കേരളത്തിന്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 2000 ആണ്ടിൽ 77,000 കോടി രൂപയായിരുന്ന നമ്മുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 2024 അത് 11 ലക്ഷം കോടി ആയിട്ട് മാറി. അപ്പൊ അതായത് 4 തവണ ഡബിൾ ചെയ്തു ഈ 24 വർഷത്തിനുള്ളിൽ. അപ്പം ഈ ഒരു കാലയളവില് ഇത്രയും സ്റ്റഡി ആൻഡ് സ്ട്രോങ് ഗ്രോത്ത് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലും വ്യവസായ സമൂഹത്തിൽ തന്നെ, പിന്നെ സർക്കാർ തലത്തിലും രാഷ്ട്രീയ തലത്തിലും മാധ്യമങ്ങളിലും എനിക്ക് തോന്നുന്നു ഇത് എങ്ങനെയോ നോട്ടീസ് ചെയ്യാതെ പോയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതുവരെ ഈ 24 വർഷം നടന്ന ഡെവലപ്മെന്റ് നമ്മള് അതേ ട്രെൻഡ് അടുത്ത 10-20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ എല്ലാ ന്യായീകരണവും ഉണ്ട്. അതിന് എന്താന്ന് പറയുന്നത് കഴിഞ്ഞ 24 വർഷം നടന്ന കാര്യമാണ്. ഇത് പുതിയതായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എല്ലാ 6-7 വർഷം ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ബാക്കി ഉള്ള സ്ട്രോങ്ലി ഗ്രോയിങ് ഇക്കോണമീസ് പോലെയാണ്. തമിഴ്നാട്ടിലെ ഇക്കോണമി അതുപോലെയാണ്, ഗുജറാത്തിന്റെ ഇക്കോണമി, മഹാരാഷ്ട്രന്റെ ഇക്കോണമി, തെലുങ്കാന. അപ്പൊ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് വലിയ തെറ്റിദ്ധാരണയാണ്. അത് ഒന്ന്. രണ്ടാമത്തത്, ഇത് വിദേശത്ത് നിന്ന് കിട്ടുന്ന നിക്ഷേപം കൊണ്ടാണ് ഈ ഇക്കോണമി ഇങ്ങനെ ഉള്ളതെന്നുള്ളതും അതും തെറ്റാണ്. എന്താന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം അല്ല വിദേശ നിക്ഷേപം. വിദേശ നിക്ഷേപം ഇൻകമിൽ വരുന്ന കാര്യമാണ്. അത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സും സർവീസസും മാത്രം കണക്കെടുത്ത് പറയുന്നതാണ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതില് ഇത് അപ്പം നമ്മള് കേൾക്കുന്ന ഒരു പ്രയോഗം ഇൻവേർഡ് റെമിറ്റൻസസ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 20% പറഞ്ഞാൽ അതൊരു അളവുകോല് മാത്രമാണ്. അതായത് നമ്മൾ ഇൻവേർഡ് റെമിറ്റൻസ് GSDP എന്ന് കുറച്ചാൽ അതാണ് നമ്മുടെ യഥാർത്ഥ GSDP എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, നിക്ഷേപം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പം നേരത്തെ നടത്തിയ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ്സ് എല്ലാം പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് പരാജയമല്ലായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ തിരുവനന്തപുരത്ത് തന്നെ നാഷണൽ ഹൈവേ 66 തോന്നയ്ക്കൽ തൊട്ട് വിഴിഞ്ഞം വരെയുള്ള ആ സ്ട്രെച്ചില് കണക്കുകൾ പ്രകാരം $20 ബില്യൺ ആണ് നിക്ഷേപം വന്നിട്ടുള്ളത്. അത് പല പല മേഖലകളിലാണ് വന്നത്. അവിടെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വന്നു, ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ടെർമിനൽ വന്നു, 5 സ്റ്റാർ ഹോട്ടൽസ് വന്നു, ലുലു മോൾ വന്നു, പിന്നെ അനന്തപുരി ഹോസ്പിറ്റൽ വന്നു, SP ഫോർട്ട് ഹോസ്പിറ്റൽ വന്നു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വന്നു, കേരള ലൈഫ് സയൻസസ് പാർക്ക് വന്നു, ടെക്നോ പാർക്ക് ഫേസ് 1, 2, 3 ഫേസ് 1 2 നേരത്തെ വന്നു, ഫേസ് 3 അപ്പോഴാണ് വന്ന. പിന്നെ ഈ ടോറസിന്റെ വലിയ 1 മില്യൺ സ്ക്വയർ ഫുട്ടുള്ള നൂതനമായ വലിയൊരു സമുച്ചയം അവിടെ വന്നു. അപ്പം ഇതെല്ലാം സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ. പക്ഷെ നമ്മളത് അറിയുന്നില്ല. അത് നമ്മൾ എങ്ങനെയോ ഇത് അപ്പം എൻ്റെ അഭിപ്രായത്തില് ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ നിന്ന് വലിയൊരു നേട്ടം ഈ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കേരളീയർക്ക് തന്നെ തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരു അവസരമായിട്ട് മാറിയതാണ്. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും അതിശയം തോന്നിക്കാണും. ഇതെല്ലാം നമ്മൾ അപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, നടന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ അവർക്ക് അതിശയം. പിന്നെ ഒരു കാര്യം കൂടെ പറയണം. ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ടൈറ്റിൽ തന്നെ ഗെയിം ചേഞ്ചർ ആകുമോ ആഗോള നിക്ഷേപ സംഗമം. ഞാൻ പറയുന്ന ഒരു ഗെയിം ചേഞ്ചർ ഇപ്പൊ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അതെന്താണ്? വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ടെർമിനൽ. ഇന്ത്യൻ ഓഷൻ റീജനിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മാത്രമല്ല, ഇന്ത്യൻ ഓഷൻ റീജനിൽ ഇത്രയും ഡെപ്ത് ഉള്ള, ഇത്രയും നൂതനമായ, വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് പോർട്ട് ഇന്ത്യൻ ഓഷനിലില്ല. അപ്പം അതിന്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്തു.
വെൽ കംപ്ലീറ്റഡ് ആൻഡ് അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അദാനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഫേസിലേക്ക് അവർ കടക്കുകയാണ്. അവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല നമ്മളിൽ നിന്ന്. അവരുടെ ക്യാപിറ്റൽ ഉണ്ട്, അതിനുള്ള ലാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ദേ ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ്. അപ്പൊ അതും കൂടെ ആവുമ്പോഴത്തേക്ക് 5 മില്യൺ TEUs ഇക്വലന്റ് ഉള്ള ലോകത്ത് തന്നെ വൺ ഓഫ് ദ ബിഗ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്സ്. ഇതൊരു സുവർണ അവസരമാണ്. നമ്മുടെ എക്സ്പോർട്ടേഴ്സും നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സുകാർക്കും ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുമായിട്ട് കോസ്റ്റ് ബാക്കിയുള്ള ലൊക്കേഷൻസിനെ എല്ലാത്തിനെയും അപേക്ഷിച്ച് നോക്കിയാൽ വളരെ കുറവായിരിക്കും. ഈ വിഴിഞ്ഞത്തടുത്തുള്ള വിഴിഞ്ഞം വഴി നമ്മൾ എന്തെങ്കിലും ചരക്കുകൾ കയറ്റി അയക്കുകയോ ഇറക്കുമതി ചെയ്താൽ ഇതൊരു വളരെ കോമ്പറ്റീവ്. അപ്പൊ ഇതാണ് യഥാർത്ഥ ആ ഗെയിം ചേഞ്ചർ വന്നു കഴിഞ്ഞു. ഇനി നമ്മളത് മുതലെടുക്കാനായിട്ട് ഹൈവേ പ്രോജക്ട്സും ബാക്കിയുള്ള കണക്ടിവിറ്റിയും പിന്നെ റെയിൽവേ കണക്ടിവിറ്റിയും അത് എല്ലാം കൂടെ ഒന്ന് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്താൽ വലിയൊരു നേട്ടമുണ്ടാവും.